ആ ഇച്ചായനും മോളും വന്നോ? എത്ര നേരമായാലാ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നേ? എടാ മരമാക്രി, എനിക്കും വരുവോളാ ഒരു ദിവസം, നിന്നെ എന്റെ കൈ കിട്ടും. എന്തോന്നാടി നോക്കിക്കൊണ്ടിരിക്കുന്നേ? വന്നീ ഡോറൊന്നും തുറക്ക്. ചേടാ അള്ളിപ്പിടിച്ചിരിക്കാതെ ഒന്ന് ഇറങ്ങു വേണേ. നീ നോക്കി നിക്കാതെ ഇതിനെ ഒന്ന് വലിച്ചിറക്ക്. ആമി ഇങ്ങോട്ട് ഇറങ്ങടി, എന്നെ ശല്യം ചെയ്യാതെ ജിമ്മി, എനിക്ക് ഉറക്കം വരുന്നു. എന്റെ പൊന്നാമി, അവരെ ബുദ്ധിമുട്ടിക്കാതെ നീ ഒന്ന് താഴെ ഇറങ്ങ്, എന്നിട്ട് ഇതേ വണ്ടിയിലോട്ട് കയറാം, നമുക്ക് വണ്ടിയിലിരുന്ന് ഉറങ്ങാം. ഇറങ്ങടി കുട്ടിത്തേവാങ്കി അങ്ങോട്ട്. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കാതെ മര്യാദക്ക് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടി വല്ല കാട്ടിലും കൊണ്ട് കളയും ഞാൻ. ഇങ്ങനെ ദേഷ്യപ്പെടാൻ എന്തുവാ? മര്യാദക്ക് പറഞ്ഞാ പോരെ, ഞാൻ അനുസരിക്കൂലേ? ജിമ്മി വണ്ടിയിലോട്ട് കയറടി, നമ്മൾ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ചേട്ടൻ എന്താ വരുന്നില്ലേ? വാ കേറ്. ഇപ്പൊ നമ്മളാരായി? എടാ ജോ, നീ ഇങ്ങോട്ട് ഇറങ്ങ, എനിക്ക് ഫ്രണ്ടിലിരിക്കണം. അയ്യടാ മോനെ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാൻ ആദ്യം ഇവിടെ ഇരുന്നത്, ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. ആഹാ, അങ്ങനാണെ നിന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. എന്തോന്നാടാ ഈ കാണിക്കുന്നത്? പ്രായം എത്ര ആയെന്നാ വിചാരം? എന്നിട്ട് ഒരു സീറ്റിന് വേണ്ടി കിടന്ന് അടിയിടുന്നു. നാണം ഇല്ലല്ലേ? ശരിയാ ചേട്ടൻ പറഞ്ഞേ, നാണം ഇല്ലല്ലോ ഇങ്ങനെ കിടന്ന് തല്ലു പിടിക്കാൻ. ശേഷേ മോശം മോശം. ഈ കുട്ടിപ്പിശാശെ, ഇനി നീ വാ തുറന്നാ നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. അങ്ങോട്ട് നീങ്ങിയിരിക്കും. ഓ ആയിക്കോട്ടെ. റൈറ്റ് റൈറ്റ്. വണ്ടി പോട്ടെ ചേട്ടാ, വണ്ടി പോട്ടെ. ആമി മിണ്ടാതിരിക്കേ, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. നിങ്ങളെ എവിടെ ഡ്രോപ്പ് ചെയ്യണ്ടേ? കോളേജ് ബസ്സിൽ കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് രണ്ടാമത്തെ അപ്പാർട്ട്മെന്റ്. പോകുന്ന വഴിക്ക് ചേട്ടൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടേ എന്നോട് ചോദിച്ചാ മതി, ഞാനിവിടെ ഇല്ലേ, ഞാൻ പറഞ്ഞു തരാം. ആമി ഇല്ല, ചിമ്മിയോട് ചോദിച്ചാ മതി, ചിമ്മി പറഞ്ഞു തരും. ഇതിന്റെ വാ ഒരിക്കലും അടങ്ങിയിരിക്കൂലേ? നിനക്കിതിനെ എവിടുന്ന് കിട്ടി? എങ്ങനെ സഹിക്കുന്നു? ഓ, നിങ്ങളെ രണ്ടിനും ഈ പാവം പിടിച്ച ചേട്ടൻ സഹിക്കുന്നില്ലേ? എന്തായാലും അത്രയൊന്നും വരൂല. ഓ എന്റെ കർത്താവേ, വാടക്കി ഇരുന്നോ നീ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയൂല. ഒന്ന് വേഗം വണ്ടി വിടറാ. ഒന്ന് ബഹളം വെക്കാതിരിക്കടാ, നമ്മളിതേ എത്തി. നിങ്ങളെ ഇവിടെ ഇറക്കിയാ മതിയോ? ആ മതി ചേട്ടാ. താങ്ക് യു ഏബിൾ ചേട്ടായി. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഗുഡ് നൈറ്റ്. എന്താ അഹങ്കാരിയാടാ അത്? കണ്ടില്ലേ, ഇവനോട് മാത്രം താങ്ക്സ് പറഞ്ഞേക്കുന്നു. നമ്മളെന്താ ഇൻവിസിബിൾ ആണോ? നമ്മളോട് കൂടി ഒരു താങ്ക്സ് പറഞ്ഞാ എന്താ അവളുടെ വായിന്ന് മുത്തുകൊഴിയോ? നിനക്ക് ശരിക്കും എന്താടാ കുഴപ്പം? അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അവൾക്ക് കണ്ടുകൂടി. നാളെ അവളങ്ങ് കോളേജിലോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവിടെ ഒരു ചാട തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നേരത്തെ ഒരു സീറ്റിന് വേണ്ടിയായിരുന്നു, ഇപ്പതേ ഒരു താങ്ക്സ് കിട്ടാത്തതിന്റെ പേര്. എന്താടാ നിനക്കൊക്കെ? ആ എന്തേലുമൊക്കെ കാണിക്കേ. ചോണ്ടെടുത്തോണ്ട് വന്ന എന്റെ നന്ദി പോലും ഇല്ലാത്ത സാധനം. ആമി, ആമിയേ, ഡി ആമി, ഒന്ന് എണ്ണീക്കടി. എന്റെ അമ്മോ, നീ കാരണം ഇന്നും ലേറ്റ് ആവുമെന്നാ തോന്നുന്നേ. ചെസ്സ അവള് കോളേജിലെത്തി വിളിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. മറ്റു ചേട്ടന്മാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊടുക്കണ്ടേ? അവര് പറഞ്ഞതൊക്കെ നീ മറന്നോ? ഒന്ന് എണീക്കടി. എനിക്ക് തലവേദനിക്കുന്നു ചിമ്മി, ഒരു 5 മിനിറ്റ് കൂടെ പ്ലീസ് എടി. എങ്ങനെ തലവേദനിക്കാതിരിക്കും? ഇന്നലെ മോൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ടേസ്റ്റ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ. ഞാൻ എന്ത് ചെയ്തുന്നാ നീ പറയുന്നേ? അവിടെ ചെന്ന് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നമ്മളിങ്ങി പോരുന്നില്ലേ ചിമ്മി? പിന്നെ എന്താടി ഉണ്ടായത്? തെളിച്ച് പറയടി. ഓ, അവക്കൊന്നും അറിയത്തില്ല. ഇന്നലെ ആ ചേട്ടന്മാരെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്താനെ ഓർക്കാൻ കൂടി വയ്യ. ഇനി നീ ഡ്രിങ്ക്സ് കൈ കൊണ്ട് പോലും തൊടൂല, അതിന് ഞാൻ സമ്മതിക്കൂല. നീ ഏത് ചേട്ടന്മാരുടെ കാര്യമാടി പറയുന്നേ? എനിക്ക് സത്യമായിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. കർത്താവേ, ഞാൻ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടിയെ? ഇനി അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അയ്യേ, ഇച്ചായനെന്നോ ഇച്ചായനെന്നൊക്കെ ഞാൻ വിളിച്ചു ജിമ്മി. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇന്ന് ഞാൻ കോളേജിൽ വരാതിരുന്നാലോ ജിമ്മി? അത്
വെച്ച വെള്ളം മുളങ്ങ് വാങ്ങി വെച്ചേരെ. ഇന്നലെ ഉള്ള വഴക്കൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ വാങ്ങി കൂട്ടിയത്. ഇന്ന് നിന്റെ ടേണ. വേഗം റെഡിയായി ഇറങ്ങിക്കോ. നിനക്ക് 10 മിനിറ്റ് സമയമുണ്ട്. ഞാൻ താഴെ കാണും. ജിമ്മി വേണോ ജിമ്മി? ഞാൻ വരണോടി? വരണം, വന്നേ പറ്റൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പിന്നെ തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് കഴിക്കാൻ മറക്കണ്ട. അപ്പൊ ശരി. അയ്യോ ചിമ്മി, എന്റെ കാല് വിളിക്കുന്ന തോന്നുന്നേ. എനിക്കിനി ഒരടി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലാടി. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നയാ നല്ലത്, അല്ലേടി? അയ്യടാ, നിന്റെ അടവൊക്കെ അങ്ങ് ചുരുട്ടി പോക്കറ്റി വെച്ചേരെ. നീ ആരെയാ ഈ പറ്റിക്കാൻ നോക്കുന്നേ? നിന്നെ ഞാൻ പഠിച്ച പോലെ വേറെ ആരും പഠിച്ചിട്ടുണ്ടാവില്ല. മര്യാദക്ക് നടന്നോ ആമി? എന്തുവാ ചിമ്മി, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ എങ്ങനെയാടി അവരുടെ മുഖത്ത് നോക്കുന്നേ? ഒക്കെ ഒപ്പിച്ചു വെക്കുന്നതിന് മുമ്പ് ഓർക്കണമായിരുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഒന്നും മിണ്ടാതങ്ങ് നിന്നാ മതി. അവർക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് കേക്ക്, അത്ര തന്നെ. എവിടെടാ അവളുമാര്? അവളുമാർക്ക് തോന്നിയ സമയത്താണോ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? എങ്ങനെ വരാനാ? ആ സാധനത്തിന്റെ കെട്ടിറങ്ങി കാണത്തില്ല. ചേട്ടാ, അകത്തോട്ട് വന്നോട്ടെ. ആ തേണ്ട വന്ന് കിടക്കുന്നു. ചിമ്മി ചിമ്മി ചിമ്മി, ഞാൻ വരുന്നില്ലാടി. ചുമ്മാ കളിക്കാതെ വാ അമ്മി, അവര് നോക്കുന്നു. എന്താടി നിനക്കൊക്കെ അകത്തോട്ട് വരാൻ ഇത്ര താമസം? ഒന്നുമില്ല ചേട്ടാ. ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈം? ഇപ്പൊ ലഞ്ച് ടൈം ആവാറായല്ലോ. സോറി ചേട്ടാ, ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയി. ഈ ജൂക്ക് ബോക്സ് എന്താ ആകെ പവർ ഓഫ് ആയിട്ട് നിക്കുന്നേ? ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഫുൾ ചാർജിലായിരുന്നല്ലോ. അപ്പൊ നിങ്ങളൊന്നും മറന്നില്ലല്ലേ? അതൊക്കെ അങ്ങനൊന്നും മറക്കാൻ പറ്റുമോ? ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയാം. അതിനൊരു സോറി പറയാൻ കൂടിയാ ഞാൻ വന്നത്. ചേട്ടന്മാർ അറിയാലോ, 2 എണ്ണം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോയെന്നിരിക്കും, സ്വാഭാവികം. ഞാനും വിചാരിച്ചതല്ല ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. എനിക്ക് ആൽക്കഹോൾ ടോളറൻസ് തീരെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനിയിപ്പോ അതൊക്കെ അങ്ങ് മറന്നേരെ. ജീവിതമാകുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ? ഇതൊക്കെ സഹിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്യണം. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പീഡിൽ അങ്ങ് എടുത്ത് കളയ, അത്ര തന്നെ. അയ്യോ, സംസാരിച്ച് സമയം പോയി. ചേട്ടന്മാര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, ക്ലാസ് തുടങ്ങി കാണും. എന്തേലും ഉണ്ടെ വിളിച്ചാ മതി. ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ? അപ്പൊ ശരി, വാ ചിമ്മി. അയ്യോ ചിമ്മി, വേഗം വാടി. തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോവാം. ഒന്ന് നിന്നേ, അങ്ങനങ്ങ് പോയാലോ? അയ്യോ പെട്ടടി പെട്ട് വിളിക്കുന്നു. ഒരു കണക്കിന് ആലോചിച്ചാ നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ജീവിതത്തില് കുറച്ച് ഫണ്ണൊക്കെ ആരാ ആഗ്രഹിക്കാത്ത? ഹാവ്, ചിമ്മി രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. ഡി, നിനക്കിതിലൊരു ഡബിൾ മീനിങ് ഫീൽ ചെയ്യുന്നില്ലേ? എന്തോന്ന് ഡബിൾ മീനിങ്? അവർക്ക് കാര്യം മനസ്സിലായി കാണൂടി. എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ഓപ്പൺ മൈൻഡഡ് ആയ കുട്ടികൾക്ക് ചില വീഡിയോകൾ കോളേജ് ഗ്രൂപ്പിൽ അബദ്ധത്തിൽ വീണാലും അവിടെ കിടന്നത് അബദ്ധത്തിൽ വൈറലായാലും പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, അല്ലേടാ? എന്ത് പ്രശ്നം? അവരത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തങ്ങ് കളയൂലേ. ഏത് വീഡിയോ? ചേട്ടന്മാരെ ഞങ്ങളോട് തന്നെ സംസാരിക്കുന്നേ. നിങ്ങളോട് തന്നെയാ സംസാരിക്കുന്നേ. അവർക്ക് കാര്യം മനസ്സിലായില്ലടാ, നീ അതങ്ങ് കാണിച്ചു കൊടുക്ക്. കർത്താവേ, ഇത് ഞാനല്ലയോ? അയ്യേ, ഞാനിത് എന്തൊക്കെയാ കാണിക്കുന്നേ? എങ്ങനുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പൊ എടാ, നമുക്കിതൊന്ന് പോസ്റ്റ് ചെയ്യാലോ. ചേട്ടാ 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 ചേട്ടാ, ചതിക്കല്ലേ ഏട്ടാ. ജീവിതമാകുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തങ്ങ് കളയുക, അത്ര തന്നെ. എനിക്കിട്ട് താങ്ങിയതാണല്ലേ? സംശയമുണ്ടോ? താങ്ങിയത് തന്നെ. ഇതിപ്പോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒന്ന് പോസ്റ്റ് ചെയ്യാതിരുന്നൂടെ? ശരിയാ, പോസ്റ്റ് ഇട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഞങ്ങളത് ചെയ്യേണ്ട കാര്യവും ഇല്ല. അതെ, പിന്നെ ഓരോന്നിന്റെ സംസാരവും പെരുമാറ്റവും കണ്ടാ അങ്ങ് ചെയ്തു പോവും. ആൻസറിന് കേട്ട കുറെ എണ്ണങ്ങള്. സോറി ഏട്ടാ, അറിയാതെ പറ്റിപ്പോയതല്ലേ, ഒന്ന് ക്ഷമിച്ചൂടെ? ഞങ്ങള് പറയുന്നതൊക്കെ അനുസരണയോടെ ചെയ്യുന്നോന്ന് നോക്കട്ടെ. ഡെവലപ്മെന്റ് അനുസരിച്ച് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ചെയ്യും, അനുസരണയോടെ ചെയ്യും. വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ പ്ലീസ്. എങ്കിൽ പിന്നെ ഐശ്വര്യമായിട്ടൊരു കോഫിയിൽ അങ്ങ് തുടങ്ങാം. മോള് പോയി ഒരു കോഫി വാങ്ങിട്ട് വാ. ദേ പോയി ദാ വന്നു. ചിമ്മി വാടി. കിമ്മിയും കുമ്മിയും ഒന്നും വരുന്നില്ല, ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. പിന്നെ നീ ക്ലാസ്സിൽ പോടി.
എന്നാ നീ ക്ലാസ്സിലോട്ട് പൊക്കോടി. ഇത് കൊടുത്തിട്ട് ഞാൻ വന്നേക്കാം. ഞാൻ വരണോടി, നീ നോക്കിയൊക്കെ പോവോ? ഞാൻ പൊയ്ക്കോളാടി, കുഴപ്പമില്ല. എന്നാലും എന്റെ ചിമ്മി, ഇത്രയും നാളെ ഞാൻ കാണണോന്ന് പറഞ്ഞ് നടന്ന ഈ കാട്ടുപോത്തിനെ ആയിരുന്നല്ലോ എന്റെ കർത്താവേ. എന്നാലും എന്റെ അമ്മി, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു നീ ഇനി അവരോടെങ്ങാനും കയറി ദേഷ്യപ്പെടുവോന്ന്. ദേഷ്യപ്പെടേണ്ടടുത്തല്ലേ ഈ ആമി ദേഷ്യപ്പെടാറുള്ള എന്റെ ചിമ്മിയെ. ഇതെന്റെ ഇച്ഛായനല്ലേ, ഞാൻ എങ്ങനെ ദേഷ്യപ്പെടും? എന്നാലും അങ്ങേർക്ക് ഇച്ചിരി കൂടുന്നില്ലേ ചിമ്മി? ആ, എവിടെ വരെ പോന്ന് നോക്കാം. ഇപ്പൊ ഇച്ഛായ മാറി അങ്ങേരായോ? അതൊക്കെ എന്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. എന്താടി നീ ഇതുവരെ പോയില്ലേ? നിനക്ക് 5 മിനിറ്റ് ടൈമേ ഉള്ളൂ, അതിനുള്ളിൽ കോഫി ഇവിടെ എത്തിയിരിക്കണം. കർത്താവേ, 5 മിനിറ്റോ? ചേട്ടാ ഞാൻ എന്തേ പോവാ. ചിമ്മി ഞാൻ പോവാണേ, നീ ക്ലാസ്സിലോട്ട് വെക്കോ. അങ്ങേരിത് എന്തുവാ പറയുന്നേ? 5 മിനിറ്റുള്ളിൽ പറന്നുപോയി കോഫി വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ ആരാ, ഡിങ്കനും? ഓ, കൺട്രോള് തരണേ കർത്താവേ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ശരിയാക്കും. എന്തായാലും അവസാനം നിങ്ങൾ എന്റെ അടുത്ത് തന്നെ വരും. അന്ന് ഞാൻ പരീക്ഷയും കൂട്ടുപരീക്ഷയും ചേർത്ത് തരുന്നുണ്ട്, നോക്കിക്കും. പെട്ടെന്ന് പോയിട്ട് വാ മോളെ, നിനക്കുള്ള പണികൾ ഞാൻ തന്നുകൊണ്ടേയിരിക്കും. ഓ, എന്നെ കൊണ്ടങ്ങ് വയ്യ. അവളെ ഇതുവരെ കണ്ടില്ലല്ലോ. ഒരു കോഫി വാങ്ങി കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയില്ലേ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ശരിയാടി, ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആയില്ലേ, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. എന്റെ ചിമ്മിയെ, കുറച്ച് വെള്ളം താടി. അയ്യോ, എനിക്ക് വയ്യായേ. എന്താടി ആമി, എന്താ പറ്റിയേ? എന്നാ വെള്ളം കുടിക്ക്. എന്താടി നീ ഇത്രയും ലേറ്റായേ? ഒന്നും പറയണ്ടാടി, ഞാനേതോ കുപ്പിന്ന് വന്ന ഭൂതാന്ന് അതുങ്ങള് വിചാരിച്ചു വെച്ചേക്കുന്നേന്ന് തോന്നുന്നു. എന്റെ മക്കളെ, ഒരു പണി തീരുമ്പോ അടുത്ത പണി. ഇതുവരെ ഞാൻ എയറിലായിരുന്നടി, ഇപ്പോഴാ ഒന്ന് നിലത്തിറങ്ങിയത്. ഇത്രയും പെട്ടെന്ന് ആ ഫോൺ കൈക്കലാക്കണം, എന്നിട്ട് ആ വീഡിയോ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ അധികം താമസിക്കാതെ പടമായി ഭിത്തി കയറുപടി. നേരിട്ടൊരറ്റാക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നേ പറ്റൂ. ഫോണായിപ്പോയി, വേറെന്തേലും ആയിരുന്നു പെട്ടെന്ന് അടിച്ച് മാറ്റായിരുന്നു. എപ്പോഴും അത് കയ്യെ കൊണ്ട് നടക്കത്തില്ലല്ലോ. എപ്പോഴേലും ഒക്കെ ഒന്ന് താത്ത് വെക്കൂലേ, ആ ഒരു ടൈമിലായിരിക്കണം നമ്മുടെ അറ്റാക്ക്. അപ്പൊ ഗേൾസ്, ഓപ്പറേഷൻ ഫോർ ജോയൽ ചേട്ടായുടെ ഫോൺ പോക്കറ്റ് സ്റ്റാർട്ട്സ് നൗ. സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുന്നതിനിടയ്ക്ക് എന്താടി പുറത്തൊരു ബഹളം? നിങ്ങൾ ഇവിടെ വെയിറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഡി നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു അവസരം വീണ് കിട്ടിയിട്ടുണ്ട്. എന്താടി, എന്താ പറയടി? ഡി, പുറത്ത് ഡ്രാഗൺസും വെനവും തമ്മിൽ പൊരിഞ്ഞാടി നടക്കുക. ഇപ്പോഴെങ്ങും തീരുമെന്ന് തോന്നില്ല. നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ഫോണിനെ അവരുടെ കയ്യിലാണെങ്കിലോ? പിന്നെ അടി കൂടാൻ പോകുന്നിടത്തല്ലേ ഫോണും കൊണ്ട് പോകുന്നത്. നിനക്ക് എന്തടി? ഓ സോറി, മൈ മിസ്റ്റേക്ക്. യു ഗൈസ് കണ്ടിന്യൂ. എന്താ അപ്പൊ നമ്മുടെ പ്ലാൻ? ഓക്കെ, ലിസൺ കെയർഫുള്ളി. എല്ലാവരും ഫോൺ എടുക്ക്. ഫോണിൽ ചാർജൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ഫുൾ ടൈം ഓൺലൈനിൽ കണക്റ്റഡ് ആയിരിക്കണം. ഒരു കാരണവശാലും ഈ പ്ലാൻ പാളിപ്പോവാൻ പാടില്ല. രസ, നീ കോറിഡോറിന്റെ അടുത്ത് നിൽക്കണം. ചിമ്മി, നീ ഡോറിന്റെ അടുത്ത്. നെഗറ്റീവായി എന്ത് സൈൻ കണ്ടാലും അപ്പൊ സിഗ്നൽ കിട്ടണം. എന്ത് സിഗ്നൽ ആടി? ഓ, അതാണോടി ഇപ്പൊ ഇവിടെ വലിയ കാര്യം. എന്തെങ്കിലും സിഗ്നൽ വിടടി, അല്ല പട്ടിയോ പൂച്ചയോ കാക്കയോ പരുന്തോ എന്തെങ്കിലും. പരുന്തിന്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് തീരെ ഓർമ്മയില്ലടി. ഞാൻ കാക്ക എടുത്തു. എന്നാ ഞാൻ പട്ടീനെ എടുത്തു. അത് പൂച്ച വേണം.
ഇല്ല, പട്ടി ഫിക്സ്. എനിക്ക് പട്ടി മതി. ഓക്കെ, അപ്പൊ അത് സെറ്റായി. പിന്നെ ബി കെയർഫുൾ. എല്ലാത്തിനെക്കാട്ടിയും വലുത് നമ്മുടെ ആരോഗ്യമാണെന്ന് ഓർക്കുക. നമ്മുടെ മുന്നിൽ സമയം തീരെ പാഴാക്കാനില്ല. ഏത് നിമിഷവും അവിടെ അടി അവസാനിക്കും. അതിനു മുന്നേ നമ്മൾ നമ്മുടെ ടാർഗറ്റിൽ എത്തിയിരിക്കണം. അപ്പോ റെഡി ഗൈസ്? യെസ് ബോസ്, വി ആർ റെഡി. Then come on girls, follow me.